മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. യേശുവിന്റെ കീർത്തി കേട്ടപ്പോൾ ഇവൻ യോഹന്നാൻ സ്നാപകനാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഹെരോദാവ് എന്ന നാടുവാഴി. 2. ഹെരോദാവ് യോഹന്നാനെ തടവിലാക്കാൻ കാരണമെന്ത്? തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയയെ ഹെരോദാവ് വിവാഹം ചെയ്തത് തെറ്റാണെന്ന് യോഹന്നാൻ പറഞ്ഞതുകൊണ്ട്. 3. ജനങ്ങൾ യോഹന്നാനെ ആരായിട്ടാണ് കരുതിയിരുന്നത്? പ്രവാചകനായി. 4. ഹെരോദാവിന്റെ ജന്മദിനത്തിൽ സദസ്സിന്റെ മുൻപിൽ നൃത്തം ചെയ്തത് ആര്? ഹെരോദിയുടെ മകൾ. 5. നൃത്തം കണ്ട് സന്തോഷിച്ച ഹെരോദാവ് അവൾക്ക് എന്തു വാഗ്ദാനം നൽകി? അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് സത്യം ചെയ്തു. 6. അമ്മയുടെ ഉപദേശപ്രകാരം പെൺകുട്ടി ഹെരോദാവിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ വെച്ച് നൽകണം. 7. യോഹന്നാൻ സ്നാപകൻ എവിടെ വെച്ചാണ് ശിരച്ഛേദം ചെയ്യപ്പെട്ടത്? കാരാഗൃഹത്തിൽ വെച്ച്. 8. യോഹന്നാന്റെ തല പെൺകുട്ടിക്ക് നൽകിയപ്പോൾ അവൾ അത് ആർക്കു കൊടുത്തു? തന്റെ അമ്മയ്ക്ക്. 9. യോഹന്നാന്റെ മരണം അറിഞ്ഞപ്പോൾ യേശു പടകിൽ കയറി എവിടേക്കാണ് പോയത്? ഒരു വിജനപ്രദേശത്തേക്ക്. 10. വിജനപ്രദേശത്തെത്തിയ യേശുവിനെ പുരുഷാരം എങ്ങനെയാണ് പിന്തുടർന്നത്? പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി. 11. പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നിയ യേശു അവിടെ എന്തു ചെയ്തു? അവരിലെ രോഗികളെ സൗഖ്യമാക്കി. 12. നേരം വൈകിയപ്പോൾ പുരുഷാരത്തെ പിരിച്ചുവിടാൻ യേശുവിനോട് ആവശ്യപ്പെട്ടത് ആര്? ശിഷ്യന്മാർ. 13. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട്. 14. ശിഷ്യന്മാരുടെ കൈവശം ആകെ ഉണ്ടായിരുന്ന ആഹാരം എത്രയായിരുന്നു? 5 അപ്പവും 2 മീനും. 15. അപ്പവും മീനും വാങ്ങി സ്വർഗത്തേക്ക് നോക്കി സ്തുതി ചൊല്ലിയ ശേഷം യേശു അത് ആർക്ക് നൽകി? ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാർ അത് പുരുഷാരത്തിന് വിളമ്പി. 16. അവിടെ ആഹാരം കഴിച്ച പുരുഷന്മാരുടെ എണ്ണം എത്രയായിരുന്നു? സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ 5000 പേർ. 17. എല്ലാവരും ഭക്ഷണം കഴിച്ചു തൃപ്തരായ ശേഷം ബാക്കി വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ഉണ്ടായിരുന്നു? 12 കുട്ട. 18. പുരുഷാരത്തെ പിരിച്ചുവിട്ട ശേഷം തനിയെ പ്രാർത്ഥിക്കാൻ യേശു എവിടേക്ക് പോയി? മലമേലേക്ക്. 19. കടലിന്റെ നടുവിൽ കാറ്റും തിരമാലയും കാരണം പടകുലഞ്ഞപ്പോൾ യേശു എങ്ങനെയാണ് അവരുടെ അടുക്കൽ വന്നത്? കടലിനു മീതെ നടന്നുകൊണ്ട്. 20. കടലിനു മീതെ നടന്നുവരുന്ന യേശുവിനെ കണ്ടപ്പോൾ പേടിച്ച ശിഷ്യന്മാർ എന്ത് വിളിച്ചു പറഞ്ഞു? അതൊരു ഭൂതമാണ്. 21. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് യേശു ആരോട് പറഞ്ഞു? ശിഷ്യന്മാരോട്. 22. കർത്താവേ, നീ എങ്കിൽ ഞാൻ വെള്ളത്തിനു മീതെ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞതാര്? പത്രോസ്. 23. വെള്ളത്തിനു മീതെ നടന്ന പത്രോസ് പേടിച്ച് മുങ്ങിപ്പോകാൻ കാരണമെന്ത്? കാറ്റ് കണ്ട് ഭയപ്പെട്ടതുകൊണ്ട്. 24. മുങ്ങിപ്പോകാൻ തുടങ്ങിയ പത്രോസിനെ യേശു എങ്ങനെ രക്ഷിച്ചു? ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. 25. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? പത്രോസിനോട്. 26. യേശു പടകിൽ കയറിയപ്പോൾ കാറ്റിന് എന്ത് സംഭവിച്ചു? കാറ്റടങ്ങി. 27. നീ സത്യമായും ദൈവപുത്രൻ തന്നെ എന്ന് പറഞ്ഞ് പടകിലുള്ളവർ യേശുവിനെ എന്തു ചെയ്തു? നമസ്കരിച്ചു. 28. കടൽ കടന്ന് അവർ എത്തിയ ദേശമേതായിരുന്നു? ഗന്നേസരത്ത്. 29. ഗന്നേസരത്തിലുള്ളവർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ എന്തു ചെയ്തു? അവർ ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു സകല രോഗികളെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 30. യേശുവിന്റെ എന്തു തൊട്ടവരാണ് സൗഖ്യം പ്രാപിച്ചത്? അവന്റെ വസ്ത്രത്തിന്റെ വക്ക്.